ഗുഡ് മോർണിംഗ്. ഇന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്താണെന്നുള്ളത്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് ദോശയാണ്. നമുക്കറിയാം കുട്ടികൾക്കൊക്കെ നല്ല കളറിലൊക്കെ ദോശ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് കഴിക്കാൻ നല്ല ഇഷ്ടമാണ് അല്ലേ. അപ്പം നമുക്കിന്ന് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്യാരറ്റ് ദോശയാണ് ഞാൻ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ദോശ മാവ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 3-4 ദോശയ്ക്കുള്ള മാവുണ്ട്. 1 കപ്പ് ക്യാരറ്റ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ളതായതുകൊണ്ട് ഒരേ ഒരു പച്ചമുളകാണ് ചേർക്കുന്നത്. നമുക്കിനി ക്യാരറ്റും പച്ചമുളകും കൂടെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ക്യാരറ്റ് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ദോശ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. പിന്നെ നല്ല ക്രിസ്പി ദോശ നിങ്ങൾക്ക് വേണമെങ്കിൽ എപ്പോഴും ദോശയുടെ മാവ് അരയ്ക്കുമ്പം നമ്മൾ കുറച്ച് അവൽ ചേർത്താൽ മതി. അവൽ കുതിർത്തി ചേർത്താൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ കിട്ടും. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് പാൻ ചൂടാക്കി ഓരോ ദോശയായിട്ട് ചുട്ടെടുക്കാം. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. മതി. ലേശം എണ്ണ തടവി കൊടുക്കാം. നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ നെയ്യും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് വെന്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു വശം നന്നായിട്ട് മുരിഞ്ഞപ്പം ഞാനിത് മറച്ചിട്ടിട്ടുണ്ട് ദോശ. ഇതായിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ എല്ലാ ദോശകളും നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ എല്ലാ ദോശകളും ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല ഹെൽത്തിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി കുട്ടികളൊന്നും ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടാന്ന് പറയില്ല. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം. അപ്പം മറ്റൊരു ഹെൽത്തി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ ഉടനെ വരാം. താങ്ക് യു.